ഹായ് ഗൈസ്, ഈ ഒരു ഷോർട്ട് സെഷനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് അവോധ ആസ് എ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആസ് എ കമ്പനി നമ്മൾ എങ്ങനെയാണ് നമ്മൾ സ്റ്റുഡൻസിനെ സെർവ് ചെയ്യാൻ നോക്കുന്നത്. അതിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഇത്തിരി ഒരു അറ്റാക്സും ഇത്തിരി നമ്മുടെ കോമ്പറ്റീഷൻ്റെ സൈഡിന് ഇഷ്യൂസും എന്തുകൊണ്ടാണ് അത് വരുന്നത് എന്നുള്ളൊരു ജസ്റ്റ് ഒരു ഷോർട്ട് എക്സ്പ്ലനേഷനാണ്. എൻ്റെ പേര് ജോസഫ് എന്നാണ്. ഞാനാണ് അവോധയുടെ CEO ആൻഡ് ഓണർ. ഞാൻ ജൂൺ 2020 കോവിഡിന് നടുക്ക് കമ്പനി തുടങ്ങിയത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ അറിഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ ഓൾ ഇന്ത്യ ലെവൽ കമ്പനിയായി ബാംഗ്ലൂർ, ചെന്നൈ, ഡൽഹി, മുംബൈ, ഹൈദരാബാദ്, കൊച്ചിൻ, ട്രിവാൻഡ്രം, ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് എല്ലാ സ്ഥലത്തും നമുക്ക് ഓഫീസുകളായിട്ടുണ്ട്. മോർ ദാൻ 1 lakh പെയ്ഡ് യൂസേഴ്സ് എന്നുള്ള മൈൽ സ്റ്റോൺ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നൗ നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇത്രമാത്രം യൂസേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളപ്പം ഐ ജസ്റ്റ് വാണ്ടഡ് ടു റീവിസിറ്റ് ദ സോൾ ഓഫ് അവോധ. നിങ്ങളുടെ ആത്മാവ് എന്താണ്, നിങ്ങൾ എന്തിനാണ് ഈ ഒരു പ്രോസസ്സ് തുടങ്ങി, ഇതൊരു കമ്പനി തുടങ്ങിയത്. എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഞാൻ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ BA History പഠിച്ചതാണ്. BA History പഠിക്കുന്ന സമയത്ത് ഞാൻ കോഡിങ് പഠിച്ചതാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് കോഡിങ് പഠിച്ചതാണ്. നൗ എനിക്ക് കോഡിങ് പഠിക്കാനായിട്ട് ഭയങ്കര എളുപ്പമായിരുന്നു. കാരണം ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് ജനിച്ചു വളർന്നത്. അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ സംസാരിക്കാനും മനസ്സിലാക്കാനും എളുപ്പമായിരുന്നു. അപ്പോൾ എനിക്ക് യൂട്യൂബിൽ ഇത്തിരി വീഡിയോസ് എല്ലാം കണ്ടപ്പോൾ തന്നെ പിന്നെ ബാക്കി ഇത്തിരി ഡൗട്ട്സൊക്കെ ചോദിച്ച് വന്നപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം പല വിദ്യാർത്ഥികൾക്കും ഇല്ല. അതായത് നമ്മൾ വെർണാക്കുലർ മീഡിയമിൽ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ മെജോറിറ്റി നോളജ് ബേസ്ഡ് ആയിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. പിന്നെ ഡൗട്ട് ക്ലിയറൻസ്, സംശയം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എവിടെ പോകണം. അപ്പോൾ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ്, ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആവട്ടെ, ഹാർഡ്വെയർ ആവട്ടെ, ഒരു സ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പഠിപ്പിക്കുന്ന ആളുടെ ഭാഷ നമുക്കൊരു കണക്ട് ഉണ്ടാവണം. നമ്മൾ സംസാരിക്കുന്ന ഭാഷ നമ്മളെ ഫസ്റ്റ് ലാംഗ്വേജ് ആയിരിക്കണം, പഠിപ്പിക്കുന്ന ആൾക്കൊരു പറയുന്ന ഭാഷ. സിമിലർലി ഡൗട്ട് ക്ലിയറൻസ്, നമുക്ക് എല്ലാ കോഴ്സസ് വെർണാക്കുലറാണ്. നമുക്ക് വൈകുന്നേരങ്ങളിൽ ഡൗട്ട് ക്ലിയറൻസ് സെഷനുണ്ട്, ഡൗട്ട് ക്ലിയർ ചെയ്യാനും സ്കില്ല് പഠിച്ചെടുക്കാനും. നൗ വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? ഞാൻ കോളേജിലായിരുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ എനിക്കൊരു കോഴ്സ് പഠിക്കണം, ഇപ്പോൾ ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റ് പഠിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു പൈത്തൺ പഠിക്കണം. ഞാൻ ഏറ്റവും അടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഫീസ് വരണത് 20,000, 25,000, 30,000. കൂടിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അത് ഇത്രയും കൂടെ AC മുറിയും കാര്യങ്ങളൊക്കെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെങ്കിൽ 45,000, 50,000 ആ റേഞ്ചിൽ ഫീസാവും. നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാം. ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അന്വേഷിച്ച് വിളിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് പല വിദ്യാർത്ഥികൾ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്ന സമയത്ത് എനിക്കൊരു സ്കില്ല് പഠിക്കണം, കോഴ്സ് പഠിക്കണം എന്ന് ആഗ്രഹം വന്നു. ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്ന സമയത്ത് ഇത്ര വലിയ എമൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക? അച്ഛൻ എന്ത് പറയും, അമ്മ എന്ത് പറയും? അച്ഛനടുത്ത് പോയി ചോദിക്കുകയാണെങ്കിൽ അച്ഛൻ പിന്നെ പറയും, ഞാൻ നിൻ്റെ വിദ്യാഭ്യാസത്തിന് അവിടെ കാശ് ചിലവാക്കിയില്ല, ഇവിടെ കാശ് ചിലവാക്കിയില്ല, നീ ഇവിടെയും കൂടെ ചെയ്യണം, നീ പഠിക്കുക, അങ്ങനെ കുറേ കഥകളും വിഷയങ്ങളും. അപ്പോൾ വി വോണ്ടഡ് ടു സോൾവ് ഓൾ ഓഫ് ദാറ്റ്. നമുക്ക് ഇതെല്ലാം ക്ലിയർ ഔട്ട് ചെയ്തിട്ട് മണി ഒരു ഇഷ്യൂ അല്ലാണ്ട്, ആക്സസിബിലിറ്റി ഒരു ഇഷ്യൂ അല്ലാണ്ട് വിദ്യാർത്ഥികൾ കോഴ്സ് പഠിക്കണം, അവർക്ക് ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കണം, എക്സ്പ്ലോർ ചെയ്ത് പഠിക്കണം. അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അത് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഡിസൈൻ എന്താണ്. അവോധയിൽ നമുക്കിപ്പോൾ പ്രോഫിറ്റബിലിറ്റിയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ കോഴ്സിൻ്റെ ഫീസ് 12,800 ഹവെവർ ഇനിഷ്യലി നമ്മൾ 2,800 rupees കളക്ട് ചെയ്തിട്ട് ബാക്കി ഫീസ് വിദ്യാർത്ഥിക്ക് ജോബ് കിട്ടിയതിന് ശേഷം നമ്മളുടെ ത്രൂ അവൻ നമ്മളുടെ അടുത്ത് പഠിച്ച കോഴ്സ് സംബന്ധമായ ജോബ് കിട്ടിയതിന് ശേഷം മാത്രം അടച്ചാൽ മതി. നൗ വാട്ട് ഡസ് ദിസ് ഡു? 2,800 എന്നുള്ള പ്രൈസ് പോയിന്റ് ആവുന്ന സമയത്ത് സ്റ്റുഡൻസ് ആ മണീനെ പറ്റി ചിന്തിക്കുന്നില്ല. ഇത് നമ്മൾ 2 രീതിയിലാണ് നമ്മൾ എക്സ്പ്രഷൻ വരണേ. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പോൾ അവോധയിൽ 23 കോഴ്സുകളുണ്ട്. ചില കോഴ്സുകൾ ഹാർഡ്വെയർ കോഴ്സ്, ബ്യൂട്ടീഷ്യൻ കോഴ്സ്. ഇപ്പോൾ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സിനകത്ത് നമ്മൾ കൊണ്ടുവന്ന് ഇരുത്തിക്കുന്നത് ലൈവ് മോഡൽസ് ആണ്. മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോലെ ഡമ്മീസ് അല്ല വെക്കണം, അല്ലെങ്കിൽ മാനിക്കിനോ അങ്ങനെയല്ല വെക്കണം, ലൈവ് മോഡൽസ് ആണ്. അപ്പോൾ ഒരു കോസ്മെറ്റോളജിസ്റ്റ്, ഒരു ബ്യൂട്ടീഷ്യൻ്റെ പോലത്തെ ഒരു കോഴ്സ്, അല്ലെങ്കിൽ നമ്മളൊരു മൊബൈൽ ഫോൺ എഞ്ചിനീയറിംഗ് പോലത്തെ ഒരു കോഴ്സ്, ഇവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഭയങ്കര ഹൈ ആണ്. നമുക്ക് 1 മണിക്കൂറിൻ്റെ ക്ലാസ് കിട്ടാൻ തന്നെ ഇറ്റ് ഗോസ് ഇൻ ടു ദ ടെൻസ് ഓഫ് ദ തൗസൻഡ്സ്, 10,000 കണക്കിന് രൂപയുടെ ചിലവാകും. പക്ഷേ സിമിലർലി ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന കോഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അവോധയുടെ ആദ്യത്തെ കോഴ്സായിരുന്നു, അത്ര എമൗണ്ട് വരില്ല നമുക്ക് കോഴ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട്, പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. പക്ഷേ നമ്മൾ എല്ലാ കോഴ്സുകളും 2,800 ഇട്ടിരിക്കുന്നത്. കാരണം എന്താ? ഇനിയിപ്പോൾ എൻ്റെ പാഷൻ മൊബൈൽ ഫോൺ എഞ്ചിനീയറിംഗ് പഠിക്കാനാണ്. ഞാൻ അവോധയിൽ വന്നിട്ട് ഞാൻ നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് റേറ്റ് കുറവാണ്, മൊബൈൽ ഫോൺ എഞ്ചിനീയറിംഗിന് റേറ്റ് കൂടുതലാണ്. ഓട്ടോമാറ്റിക്കലി ഞാൻ കാശ് കുറവുള്ള കോഴ്സിലേക്ക് എനിക്ക് കൂടുതൽ ശ്രദ്ധ. അപ്പോൾ ഇതെല്ലാം മാറ്റി വെച്ചിട്ട്, കാശ് ഒരു പ്രശ്നമേ ആയിരിക്കരുത്, വിദ്യാർത്ഥിയുടെ പാഷൻ, നിങ്ങളുടെ പാഷൻ എന്താണ് നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങളത് പഠിക്കാൻ വേണ്ടിയുള്ളൊരു സിസ്റ്റം ഉണ്ടാക്കണം നമ്മൾ നോക്കി. അതുകൊണ്ടാണ് അവോധയിൽ ഇപ്പോൾ നിങ്ങളൊരു കോഴ്സിൽ ചേരുകയാണെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് 30% കോഴ്സ് കംപ്ലീഷൻ തീരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കോഴ്സ് മാറണമെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് ഒരു കോഴ്സ് ചെയ്യുന്നു. ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുത്തതെന്ന് വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സൈബർ സെക്യൂരിറ്റി പോകാം, മൊബൈൽ ഫോൺ എഞ്ചിനീയറിംഗിൽ പോകാം. നമുക്ക് നമ്മുടെ ഈ 23 കോഴ്സുകളിലുള്ള ഏതെങ്കിലും ഒരു കോഴ്സിൽ നമുക്ക് പോകാൻ പറ്റും. സോ ഇറ്റ് ഈസ് എ വേ ടു ഫൈൻഡ് യുവർ പാഷൻ. നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഇഷ്യൂ വരുന്നത്? നമ്മളുടെ ഇൻകംബൻസ്, മാർക്കറ്റിൽ ഓൾറെഡി ഉള്ള ബിസിനസ്സുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നോക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് 3-4 പേര് വിളിക്കുകയാണെങ്കിൽ മനസ്സിലാവും.
ഹൈ കോസ്റ്റാണ്, 20,000 30,000 ആണ്. അതേ കോഴ്സ് ക്വാളിറ്റിയും കരിക്കുലും ഹയർ പ്ലേസ്മെൻറ്റ് റേറ്റ് അവോധയിലുള്ള സമയത്ത്, അത് നമുക്ക് 2,800 പ്രൈസ് പോയിന്റ് ഉള്ള സമയത്ത് നാച്ചുറലി നമുക്ക് എനിമീസ് ഭയങ്കര കൂടുതലായിരിക്കും, ശത്രുക്കളുടെ എണ്ണം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത് ശത്രുക്കളുടെ എണ്ണം കൂടുതലാണ് നിങ്ങൾക്ക് നമ്മൾ ജസ്റ്റ് ഇത്തിരി വീഡിയോസ് നോക്കിയാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കമൻറ്റ് സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. പക്ഷേ ഞാൻ ഒരു സജഷൻ മാത്രം പറയും ആ കേസിനകത്ത്, വളരെ സിമ്പിൾ സജഷനാണ്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കാണുകയാണെങ്കിൽ, ഇപ്പോൾ 1,00,000 പെയ്ഡ് യൂസേഴ്സുള്ള അവോധയിൽ എല്ലാവർക്കും നമ്മൾ ഇഷ്ടമാണെന്ന് ഒരിക്കലും പറയുന്നില്ല. നമുക്ക് എന്തായാലും ഡിസാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ഉണ്ടാവും. അവരായിട്ട് ഡയറക്റ്റ്ലി എൻഗേജ് ചെയ്യാൻ ഞാൻ വില്ലിങ് ആണ്. ഈ ഒരു വീഡിയോ ത്രൂ തന്നെ എൻ്റെ പേഴ്സണൽ ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ തരാം, ഡീറ്റെയിൽസ് തരാം. അത് പക്ഷേ നിങ്ങളത് ജെന്യുവിൻ ആണോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ആ പ്രൊഫൈൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കണം. ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും ഗൂഗിൾ റിവ്യൂസ് ആയാലും നിങ്ങൾ ആ പ്രൊഫൈൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കണം. ക്ലിക്ക് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ ആ പ്രൊഫൈലിൽ നിന്ന് വേറെ കമൻറ്റ്സ് ഉണ്ടോ നോക്കണം. ഇപ്പോൾ നമുക്ക് കുറേ പ്രൊഫൈലുകളുണ്ട്, 10-15 കമൻറ്റുകൾ യൂട്യൂബിൽ, 2 കമൻറ്റുകൾ ഗൂഗിളിൽ, 1 കമൻറ്റ് ഫേസ്ബുക്കിൽ, പക്ഷേ എല്ലാം അവോധ സംബന്ധമായ അവോധ നെഗറ്റീവ് കമൻറ്റ്സ് മാത്രം ഇടുന്നത്. അതായത് ഇപ്പോൾ സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ കമൻറ്റ് ഇടുകയാണെങ്കിൽ നമ്മൾ എല്ലാ വീഡിയോസിനായിട്ട് പോയി കമൻറ്റ് ഇടുമല്ലോ. പക്ഷേ അവോധയ്ക്ക് നെഗറ്റീവ് കമൻറ്റ് മാത്രം പറയാനായിട്ടൊരു 15 പ്രൊഫൈലുകൾ. അതിൻ്റെ യൂസർ നെയിം നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാക്കർ കിങ്, ഡെവിൾ കില്ലർ, അങ്ങനത്തെ കുറേ, കില്ലർ ഈസ് വേൾഡ്, അങ്ങനെയൊക്കെ പറയുന്ന കുറേ യൂസർ നെയിംസ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോക്കുക. സാധാരണ ഫേക്ക് പ്രൊഫൈൽ എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക? യൂസർ നെയിം ട്രൂ അല്ല, കറക്റ്റ് യൂസർ നെയിം അല്ല, നമ്മുടെ പേരല്ലെങ്കിൽ അതൊരു ഫേക്ക് പ്രൊഫൈൽ ആവാൻ സാധ്യത. കമൻറ്റുകൾ നോക്കുമ്പം ആക്ടിവിറ്റി, ഒരു ബ്രാൻഡിന് ചുറ്റും മാത്രം ആക്ടിവിറ്റി ആണെങ്കിലും അതൊരു ഫേക്ക് പ്രൊഫൈൽ ആവാനാണ് സാധ്യത. പ്രൊഫൈൽ പിക്ചർ, ഫേസ്ബുക്കിൽ പോവുകയാണെങ്കിൽ യൂട്യൂബിൽ പോവുകയാണെങ്കിൽ പ്രൊഫൈൽ പിക്ചറുകൾ നോക്കിയാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും. അവൻ്റെ ഒരു ടൈം ലൈൻ നോക്കി നമുക്ക് ഏകദേശം മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ റിസർച്ച് ചെയ്യുക, എന്നിട്ട് മാത്രം നിങ്ങൾ ആ റിവ്യൂവിനെ വിശ്വസിക്കുക പ്ലീസ്. എന്നിട്ട് പക്ഷേ ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്കൊരു വ്യക്തി ജെന്യുവിൻ ആണെന്ന് തോന്നുവാണെങ്കിൽ, ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്കൊരു വ്യക്തി ജെന്യുവിൻ ആണെന്ന് തോന്നുവാണെങ്കിൽ joseph.george@avodha.com ഇതെൻ്റെ പേഴ്സണൽ മെയിൽ ഐ ഡിയാണ്. കമ്പനിനകത്ത് പ്രൊഫഷണൽ മെയിൽ ഐ ഡി കമ്പനി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണേ. ജസ്റ്റ് എൻ്റെ മെയിൽ തരാം, അതിനൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് എടുത്തിട്ടോ അതിലേക്കൊരു മെയിൽ അയക്കുകയാണെങ്കിൽ ഐ വിൽ പേഴ്സണലി, ഞാൻ അവോധ CEO ഐ വിൽ പേഴ്സണലി എൻഗേജ് വിത്ത് ദാറ്റ് പേഴ്സൺ. ആ വ്യക്തിയായിട്ട് പേഴ്സണലി എൻഗേജ് ചെയ്തിട്ട് നമ്മൾ ഇഷ്യൂ റെക്ടിഫൈ ചെയ്യാൻ നോക്കും. ഓൾറൈറ്റ് ഗൈസ്, സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ അലേർട്ട് ഓൺലൈൻ. ഓക്കെ, സോ താങ്ക് യു.